പണ്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? ഇതിലെ പ്രധാന വില്ലൻ നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളു. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. നമ്മളും നമ്മുടെ കുട്ടികളും ഇപ്പോൾ ഫോണിൽ കൂടുതലും കാണുന്ന റീൽസ് തന്നെയാണ്. റീൽസിൻ്റെ ഡ്യൂറേഷൻ കൂടിപ്പോയാൽ 10 മുതൽ 20 സെക്കൻഡേ ഉള്ളൂ. നമ്മുടെ ബ്രെയിനും അതുമായിട്ട് സിങ്ക് ചെയ്ത് കോൺസെൻട്രേഷൻ്റെ ഡ്യൂറേഷൻ 10 മുതൽ 20 സെക്കൻഡോളമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ചെയ്യാവുന്ന കാര്യം, പെട്ടെന്ന് ഫോൺ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം കുഞ്ഞുങ്ങൾ ഓൾറെഡി അഡിക്ഷൻ ആയിട്ടുണ്ട്, നമ്മളെ പോലെ തന്നെ. അപ്പോൾ ആദ്യമേ റീൽസ് കാണുന്നതും ഗെയിംസ് കളിക്കുന്നത് നിർത്തുക. അതിന് പകരം നമുക്ക് ഉറപ്പുള്ള ഒരു സിനിമ, സേഫാണ്, കുട്ടികൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമ നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ പതുക്കെ പതുക്കെ കുറച്ച് തുടങ്ങി ഫോൺ പതുക്കെ തന്നെ ഫുള്ളി സ്റ്റോപ്പ് ചെയ്യാം. കുട്ടികൾക്ക് വായനാശീലം കൂടുതലായിട്ട് കൂട്ടാൻ ശ്രമിക്കുക. അതായത് ഫോണിൽ ബുക്ക് വായിക്കാനല്ല, നമ്മൾ കയ്യിൽ ബുക്ക് കൊടുത്തിട്ട് തന്നെ വായിപ്പിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അത് വായിച്ചുള്ള കഥകൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പതുക്കെ അവരെ കൊണ്ട് റിക്ലക്ട് ചെയ്ത് ഓർമ്മിപ്പിച്ച് പറയിപ്പിക്കുക. പതുക്കെ പതുക്കെ തന്നെ അവരുടെ കോൺസെൻട്രേഷൻ കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. റീഡിങ് നമ്മുടെ മെമ്മറിയും കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം തന്നെയാണ്. അതുപോലെ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും അവരുടെ ക്രിയേറ്റിവിറ്റിയും ഉണരുകയും ചെയ്യും.